ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. അത്ഭുതകരമായ ഇടപെടല മക്കളെ. ഒരു മാസം മുഴുവൻ എത്ര പേര് രോഗികളായി, എത്ര പേര് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായി, എത്ര പേര് ഈ ലോകത്തിൽ യാത്ര പറഞ്ഞു. സ്റ്റിൽ വി ആർ ഹിയർ. നമ്മൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. വലുതായി പറഞ്ഞ് നന്ദി പറഞ്ഞോട്ട് ഹല്ലേലൂയ വിളിച്ചേ. വി ആർ സ്റ്റിൽ ഹിയർ. ഇപ്പോഴും നമ്മൾ ഇവിടെ ഉണ്ട്. കാരണം ദൈവം ഇപ്പോഴും നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതുമായിക്കൊള്ളട്ടെ ജീവിത സാഹചര്യങ്ങൾ മക്കളെ. ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലിന് അവിടെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലിന് അവിടെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണദേശത്തിന്റെ മേലുണ്ടാവട്ടെ മക്കളെ. പെരുവെള്ളവും നമുക്ക് പെരുമഴയൊക്കെ ഉണ്ടായാൽ നമ്മുടെ നാട് പട്ടിണിയിലേക്ക് പോകും. പിന്നെ പകർച്ചവ്യാധികൾ പഠനം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. യു കനോട്ട് ബട്ട് പ്രേ. പ്രാർത്ഥിക്കാത്തവർക്ക് ജീവിക്കാൻ പോലും അവകാശമില്ലെന്നാ പറയണേ. പ്രാർത്ഥിക്കാത്തവർക്ക് ജീവിക്കാൻ പോലും അവകാശമില്ല. ഒന്നാലോചിച്ച് നോക്കിക്കേ. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കണ്ടെന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് പ്രാർത്ഥിക്കാത്തവന് ജീവിക്കാൻ പോലും അവകാശമില്ല മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിനിമം സംഗതി അത്. പ്രാർത്ഥിക്കുക എന്നുള്ള മിനിമം തിങ്ങാ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക ഇസ് എ മിനിമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞേ ഹല്ലേലൂയ. ധാരാളം പ്രാർത്ഥി. പുതിയ മാസത്തിലേക്ക് ഇറങ്ങാൻ പോവുക. 15 നോയമ്പ. 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നോയമ്പെടുക്കുക. വലിയൊരു അഭിഷേകവും വലിയൊരു സൗഖ്യവും വലിയൊരു വിടുതലും ലഭിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമ്മയുടെ സ്വർഗ്ഗാരോപണ തിരുനാളാണ് നമ്മളെ സംബന്ധിച്ച്. വിശുദ്ധ അന്തോനീസിന്റെ ജന്മദിനം ഓഗസ്റ്റ് 15. ഫെർഡിനാൻഡോ ജനിച്ച ദിവസമാണ് ഓഗസ്റ്റ് 15. അപ്പൊ നമുക്ക് 2 കാരണങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ദൈവം തന്നു. ഒരു ചേച്ചി അല്പം മുമ്പ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ട് വെച്ചാൽ ജീവിതത്തിലെല്ലാം തന്നിട്ടുണ്ട്. ഒരു ചൊവ്വാഴ്ച എയർപോർട്ടിൽ ചെന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വിട്ടതാ. നൊവേന പുസ്തകം എടുത്തു. അന്ന് മുതൽ ചൊല്ലുന്നത് പിറ്റത്തെ ചൊവ്വാഴ്ച എയർപോർട്ടിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ കയറി പോകാനായിട്ട് കർത്താവ് നൽകി. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കും മകളെ. ഒന്ന് ചൂട് പിടിക്കട്ടെ. നന്നായിട്ട് കൈയടിച്ചേ. കൈ നോവുന്ന പോലെ കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ ദൈവത്തിന് ഒരു വിസ്മയം. ഒരു അടി കിട്ടുമ്പോൾ ഓർത്തോളം ഒരു അഭിഷേകം വരാൻ പോവാന്ന്. ഒരു തകർച്ച വരുമ്പോൾ ഓർത്തോളം ദൈവത്തിന്റെ ഒരു കൃപയൊഴുകാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മകളെ വിശ്വസിക്കാൻ വിശ്വസിച്ചോ. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നിന്റെ അനുഗ്രഹമാക്കി മാറ്റുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവം അങ്ങനെ മക്കളെ. ഈ സാധാരണ അവസ്ഥകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുക. നമ്മളാരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. നമ്മളൊന്നും നമ്മളൊക്കെ പൂർണ്ണനാന്ന് അഭിനയിക്കുന്നവരാ നമ്മൾ. We pretend that we are holy. We pretend that we are perfect. Hallelujah, hallelujah, hallelujah. ഇതെല്ലാം ഒട്ടും പെർഫെക്റ്റ് അല്ല ഞാനെന്ന് എനിക്കറിയാം. അങ്ങനെയൊന്നും അഹങ്കരിക്കാനൊന്നുമില്ല. ഈ ശുശ്രൂഷ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈ ആൾക്കാരെ കയറുന്നത് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. ഹല്ലേലൂയ. ഈ ആൾക്കാരെ കയറുന്നേക്കും ഈ ആൾക്കാർക്ക് ചുറ്റും ദൈവം പറയുന്നില്ല അഗ്നി കൊണ്ട് കോട്ട കെട്ടി ശുശ്രൂഷകളെ നയിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അവിടെ ജീവിതങ്ങൾ വിട്ടുകൊടുക്കുക. എളിമപ്പെടണം. കർത്താവിന് തോന്നണം ഇവൻ എന്നെ ചങ്ക് പറഞ്ഞ് സ്നേഹിക്കുന്നു. അതൊരു വ്യവസ്ഥ കേട്ടോ. നിന്റെ ലാഭവും നിന്റെ കിട്ടപ്പോരും ഒക്കെ നോക്കിയാൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ കാര്യം പോക്കാം. In spite of all the difficulties, in spite of all the hurdles, എന്തൊക്കെ പ്രതിസന്ധിയുണ്ട്, എന്തൊക്കെ പ്രശ്നം വന്നാലും, എന്തൊക്കെ തകർച്ച വന്നാലും, അല്ലെ ഞാൻ എങ്ങനെ പറഞ്ഞ അല്ലെ എൻ്റെ ജോബിൻ്റെ ഒരു വാർത്തയൊക്കെ ഇല്ലേ, ഞാൻ എൻ്റെ അഴുകിയ എൻ്റെ ചർമ്മം അഴിഞ്ഞു പോയാലും എൻ്റെ അസ്ഥിയിൽ നിന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ.
ദൈവം തോക്കുന്ന എവിടെയാണെന്ന് നിങ്ങളോട് ചോദിച്ചു. ദൈവം തോക്കുന്ന ഒരിടം അതിപ്പം പറഞ്ഞെടുത്ത. In spite of all this, everything is against me. എല്ലാം എനിക്കെതിരാണ്. ദൈവം പോലും എനിക്കെതിരാണെന്ന് എനിക്ക് തോന്നുന്ന ചില സമയങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ വചനമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാ. ജെറമിയായില്ല പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത്. നീ എന്തിനാ ഞങ്ങളോട് ഇത്ര പിണങ്ങിയിരിക്കുന്നത്? നീ എന്തിനാ ഞങ്ങൾക്ക് ഇത്ര എതിര് നിൽക്കുന്നത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടെയും പിടിച്ചു നിൽക്കുക ജെറമിയ. ജെറമിയ വചനം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ രസവാ. ജെറമിയായുടെ രാജാവ് പറഞ്ഞു, നീ വന്ന് കൊട്ടാരത്തിൽ താമസിച്ചോ, നീ വന്ന് കൊട്ടാരത്തിൽ താമസിച്ചോ. പ്രവാചകനോടൊക്കെ പറയുന്നത്, പ്രവാചകൻ ഞാൻ വരണില്ല, നിന്റെ കൊട്ടാരത്തിൽ നീ താമസിച്ചാൽ മതി. എന്റെ ജനത്തിന്റെ വേദനയിൽ ഇതാ ജെറൂസലേം ദേവാലയവും കൊട്ടാരമൊക്കെ കത്തിച്ച് കളയാൻ പോവുക. അപ്പോഴത്തേനും ഞാൻ ഈ തീക്കകത്തിരുന്നോളാം. അവങ്ങളെ പ്രവാചകൻ നല്ല ഉറപ്പായിരുന്നു. ഈ ദൈവം ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ്, ജീവിതത്തോട് കരുണ കാട്ടുന്ന ദൈവമാണ്, ജീവിതത്തിൽ വിസ്മയങ്ങൾ തീർക്കുന്ന ദൈവമാണ്. കത്തിപ്പോയതിന് വീണ്ടും ഒരു നിമിഷം കൊണ്ട് നിർമ്മിക്കാൻ കഴിവുള്ളൊരു കർത്താവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൾ തിരിച്ചറിയണം, നിന്റെ ജീവിതാവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, നീ എവിടെ നിൽക്കുന്നുവോ അവിടെ ദൈവം ഒരു വിസ്മയം തീർക്കും. പൈതലെ, ചങ്കില് ദൈവമേ എന്നൊരു വിളിയുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന് ഒരു കിടാവിളക്ക് നിന്റെ ഹൃദയത്തിൽ കത്തുന്നുണ്ടെങ്കിൽ, നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥിക്കും മക്കളെ, മഴയൊക്കെ ഉള്ള സമയം നിങ്ങൾ നേരത്തെ വീട്ടിൽ പോകും. ഞാൻ പെട്ടെന്ന് ശുശ്രൂഷ അവസാനിപ്പിച്ചേക്കാം. ദൈവത്തിന്റെ കരുണ മക്കളുടെ മേലുണ്ടാവട്ടെ. എപ്പോഴും ദൈവത്തോട് വെള്ളം പൊങ്ങിപ്പോൾ വെള്ളത്തിന് മുകളിൽ കിടന്ന് ദൈവത്തെ സ്തുതിക്കണം. പകർച്ചവ്യാധി വരുമ്പോൾ ആശുപത്രിയിലെ തിണ്ണെ വരാന്തയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനയിൽ കർത്താവിനെ സ്തുതിക്കുമ്പോഴാണ് യഥാർത്ഥ ആരാധനയായി മാറുന്നത്. ഇവിടെ വന്ന കൈയടിച്ച പാട്ട് പാടിയാലൊന്നും അത് വലിയ ആരാധനയൊന്നും ആകുന്നില്ല കേട്ടോ. 10% ആരാധനയാണെന്നുള്ളൂ. ബാക്കി 90 ഇതിന്റെ ബാക്കിയുണ്ട്. ഇത് 90% ആരാധന കൂടെ വരുന്നത് എപ്പോഴെന്നറിയോ? സഹനത്തിലും വേദനയിലും ദുഃഖത്തിലും. ഇത് ക്രിസ്തുവിന്റെ മുറിവിനോട്, ക്രിസ്തുവിന്റെ വേദനയോട് ഞാൻ എന്നെ ചേർത്ത് വെക്കുന്ന സമയമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഹല്ലേലൂയ, ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കും മകളെ, ധാരാളം പ്രാർത്ഥിക്കണം. 1000 reasons to pray. 1000 കാരണങ്ങളുണ്ട് മക്കളെ പ്രാർത്ഥിക്കാനൊക്കെ. 1000 കാരണങ്ങളുണ്ട്. 1000 കാരണങ്ങളുണ്ട് ഉപവസിക്കാനൊക്കെ. നമ്മൾ ഉപവസിക്കണമെന്നൊക്കെ വിചാരിച്ചേക്കല്ല. നോയമ്പെടുക്കാൻ ഒരു 10,000 കാരണങ്ങളുണ്ട് മക്കളെ. ആയുസിന്റെ ഈ നിമിഷം വരെ നിന്നെ കൈപിടിച്ച് നടത്തിയ നിന്റെ ദൈവത്തോടുള്ള നിന്റെ ബന്ധമായത്, നിന്റെ ദൈവത്തോടുള്ള സ്നേഹമാണത്, നിന്റെ ദൈവത്തോടുള്ള നിന്റെ അടുപ്പമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവങ്ങൾ ധാരാളം പ്രാർത്ഥിക്കുക. പുതിയ മാസത്തിലേക്ക്, ഓഗസ്റ്റ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാം. അതുകൊണ്ട് പ്രാർത്ഥിച്ചിരുങ്ങ. ഓഗസ്റ്റ് 4-ാം തീയതി വിശുദ്ധ വിയാനി പുണ്യാളന്റെ തിരുനാളാണ്. പുരോഹിതരെ ഇടവക വികാരിമാരുടെ തിരുനാളാണ്. ഇടവക അച്ഛന്മാരുടെ തിരുനാളാണ്. നിങ്ങൾ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ 4-ാം തീയതി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം അച്ഛന്മാർക്ക് വേണ്ടി. വൈദിക ദിനം അതേ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ, വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ. ഞാനൊന്നും കൂടുതൽ വ്യാഖ്യാനിച്ചൊന്നും തരുന്നില്ല. നിങ്ങളുടെ ഇടവകപ്പള്ളിയിലെ അച്ഛനെ പറ്റി അദ്ദേഹത്തിന് എന്താ ഉള്ളത്, അദ്ദേഹത്തിന് ആരാണ്? നിങ്ങൾ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്നെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഒരു അച്ഛനെങ്കിലും? അവങ്ങളെ നോക്കണം. നമുക്ക് അന്ന് അച്ഛന് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അച്ഛന് നല്ലൊരു സമ്മാനം കൊണ്ടേ കൊടുക്കണം. ഓഗസ്റ്റ് 4-ാം തീയതി അത് ദൈവത്തിന് കൊടുക്കുന്ന സമ്മാനവും ദൈവത്തിന് കൊടുക്കുന്ന ഭക്ഷണവും ഒക്കെ ആയിട്ട് മാറും മക്കളെ. അവൾ പഠിക്കണത്. അച്ഛനെ വിളിക്കണം ഇടയ്ക്ക്, അച്ഛനോട് പറയണം. നിങ്ങൾ എന്നെ വിളിക്കാനും പറയാനൊന്നും വരണ്ട. വൈദികരോടുള്ള സ്നേഹം അത് ദൈവത്തോടുള്ള സ്നേഹം തന്നെയാണ്. വിയാനി പുണ്യാളം പറയുന്നുണ്ട്, ഒരു പുരോഹിതരെ കാണുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ ഓർക്കും. ആരും കേട്ടൊന്നുമില്ല അല്ലേ? നിങ്ങൾക്ക് വലിയ ബോധ്യമൊന്നുമില്ലല്ലേ? ഒരു ഹല്ലേലൂയെങ്കിലും പറ. അയ്യോടാ, അതിലും ഭേദം അത് നനഞ്ഞ ഒരു ഹല്ലേലൂയ, നല്ല ചൂടുള്ളൊരു ഹല്ലേലൂയ പറഞ്ഞേ. അവങ്ങളെ സിനിമാക്കാർ പറയുന്ന നല്ല അച്ഛന്മാര്.
ഈ ടി വിയിലും എന്നെ വാട്സാപ്പിലും നിങ്ങൾ കുത്തിയിരുന്ന് കാണുന്നില്ലേ, ഫേസ്ബുക്ക്, അതിനകത്ത് പറയുന്നതല്ല അച്ഛന്മാര്. ഞങ്ങളൊരു പ്രീസ് ഹോമിലേക്ക് ചെന്നിട്ട് അച്ഛനോട് അച്ഛൻ പറഞ്ഞു തരും ആരാ ഒരു പുരോഹിതനെന്ന്. ഞങ്ങളോടൊന്നും ചോദിക്കണ്ട. 80-90 വയസ്സായിട്ട് ഇതാ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വൈദിക വസതികളിൽ കഴിയുന്ന വലിയച്ഛന്മാരുടെ അടുത്ത് പോയാൽ മതി. ഇവിടെ വരും 2-3 പേര്. അവരോട് ചോദിച്ചാൽ അവര് പറയും ഹല്ലേലൂയ ഹല്ലേലൂയ. മരിക്കുമ്പം ഒന്ന് അടുത്ത് നിൽക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മരിക്കുമ്പോൾ അടുത്ത് നിൽക്കാൻ പോലും ഒരു ആളില്ലാത്ത അവസ്ഥയെ പറ്റി നിങ്ങൾക്ക് അറിയാവോ? ഹല്ലേലൂയ ഹല്ലേലൂയ. അത്രയൊക്കെയുള്ള മക്കൾ ആർട്ടിഫിഷ്യലാ കംപ്ലീറ്റ്. ഹല്ലേലൂയ. പോട്ടെ മകളെ, പൗരോഹിത്യ ദിനമോ 4-ാം തീയതി പറ്റുമെങ്കിൽ പള്ളിയിൽ പോകണം. ബിയാനിപ്പുണ്യാളിൻ്റെ പെരുന്നാൾ ദിവസം പള്ളിയിൽ പോകാൻ നോക്കണം. അത് പുരോഹിതർക്ക് വേണ്ടി ഒന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത്ഭുതം നടക്കും 4-ാം തീയതി. നമ്മൾ ഒരുപാട് അത്ഭുതങ്ങൾ തട്ടിക്കളഞ്ഞവരാണ് നമ്മൾ കേട്ടോ. ഒരുപാട് അനുഗ്രഹങ്ങൾ തട്ടിക്കളഞ്ഞവരാണ്. നമുക്ക് കൃപ കിട്ടുന്ന സമയങ്ങൾ നമ്മളത് ഉപയോഗിക്കാതിരുന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൃപകൾ നഷ്ടപ്പെട്ടു. ഒരു ശുശ്രൂഷ പങ്കെടുക്കാൻ കിട്ടിയ സമയം, ഒരു നോയമ്പെടുക്കാൻ കിട്ടിയ സമയം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ തമ്പുരാനോട് ചേർന്ന് നമുക്ക് നിൽക്കാം. പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് മാസം വരാൻ പോകും. ഓഗസ്റ്റ് ശ്രേഷ്ഠം, അങ്ങനെ പല അർത്ഥങ്ങളില്ല ഓഗസ്റ്റിന്. ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ മഹനീയമായ അങ്ങനെ ഒരു മാസമാകട്ടെ ഓഗസ്റ്റ് മാസം. ഹല്ലേലൂയ. വചനത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്നത് മത്തായി സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. നമ്മൾ കേട്ടിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള വചനമാണ്. വീണ്ടും പരിശുദ്ധാത്മാവ് തരുന്നു. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, യേശു കേസറിയ ഫിലിപ്പിയിൽ എന്തിനാ കർത്താവ് വന്നത്? കത്തനാരെന്തിനാ അമ്പലപ്പത്തിലോട്ട് കയറിപ്പോണേ? അവിടെയൊക്കെ തലതെറിച്ച് പോകും മകളെ സുവിശേഷം ധ്യാനിച്ചു തുടങ്ങിയാൽ. ഹല്ലേലൂയ. ഞാൻ പോയി ശബരിമല നിന്നാൽ നിങ്ങൾ എന്നാ പറയും? എല്ലാം കേട്ടോ? കേൾക്കത്തില്ല. പറയുന്നത് കേൾക്കേണ്ടതൊന്നും കേൾക്കത്തുമില്ല. ഞാൻ പോയി അവിടെ നിന്നാൽ നിങ്ങളെല്ലാം പറയും കർത്താവ് പോയി നിൽക്കുക അങ്ങനൊരു സ്ഥലത്ത്. അമ്പലങ്ങളുടെ നാട്ടിൽ ഈശോതമ്പുരാൻ പോയി നിൽക്കുക. കേസറിയ ഫിലിപ്പി വിഗ്രഹങ്ങളുടെ നാട്ടിൽ ഈ കർത്താവിന് എന്നാ പരിപാടി? അരേപ്പാഗസിലെത്തുന്ന പൗലോസിനെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ഒന്നാം വചനത്തിലേക്ക് പോകാം. മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ദൈവങ്ങള്, നമ്മുടെ ദൈവം ആര്? വാട്ട് വിൽ മേക്ക് യു ഹാപ്പി? പറ. വാട്ട് വിൽ മേക്ക് യു ഹാപ്പി? പറ. കാശല്ലേ? കാശ് കിട്ടിയാല് ദാറ്റ് വിൽ മേക്ക് യു ഹാപ്പി? തുള്ളി വെള്ളം തൊണ്ടേന്ന് താഴോട്ട് ഇറങ്ങാത്ത ധനവാന്മാരുണ്ട് കേട്ടോ. തുള്ളി വെള്ളം തൊണ്ടേന്ന് താഴോട്ട് ഇറങ്ങാത്ത ധനവാന്മാരുണ്ട്. 40-50 നിലയുള്ള ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് താഴെ ചാടി മരിച്ച ധനവാന്മാരും ഉണ്ട്. കൂരപ്പരയ്ക്കകത്ത് ഒരു മുണ്ടും മുറുക്കി കൊടുത്ത് ഓരോ ദിവസത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന ഹൃദയം നിറഞ്ഞ മനുഷ്യരുമുണ്ട്. ആരാണ് നിന്റെ ദൈവം? സ്ഥാനങ്ങളാണോ? വിദ്യാഭ്യാസമാണോ? ഭ്രാന്ത് വിളിച്ച ഒത്തിരി പണ്ഡിതന്മാരുണ്ട് മക്കളെ. ഭ്രാന്ത് വിളിച്ച ഫ്രോയിഡ് മനഃശാസ്ത്രജ്ഞന. ഭ്രാന്ത് പിടിച്ചവന്റെ മനഃശാസ്ത്രത്തിന്റെ അപ്പന് ഭ്രാന്തായിരുന്നു. അറിയോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഹല്ലേലൂയ. മനഃശാസ്ത്രം. ഒരു മനുഷ്യന്റെ മാനസിക നില തെറ്റിയാൽ എങ്ങനെയാ ചികിത്സിക്കേണ്ടത്, എങ്ങനെയാ കാണേണ്ടതെന്ന് പറഞ്ഞവൻ അവന് ഭ്രാന്തായിരുന്നു. ഉള്ള മക്കളെ, നിന്റെ ദൈവമാര്? ഒരുപാട് തല്ലി തകർക്കാറില്ലേ നമ്മൾ പലതിനെയും? ബന്ധങ്ങളെയൊക്കെ നിസ്സാരമായിട്ട് കാണാറില്ലേ? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്നിട്ട് എന്നോട് ചോദിച്ചാ 30 കൊല്ലം മുമ്പ് പെങ്ങളെ കെട്ടിച്ചു വിട്ടതാ, ഇപ്പം വന്നിട്ട് അവകാശം ചോദിക്കുക. ഹല്ലേലൂയ. ദൈവങ്ങളെ, ഈ അവകാശം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഉള്ള കാര്യം ഈശോയുടെ നാമത്തിൽ പറയുക. ഈ മഴയൊരു 5 ദിവസം നീണ്ടു നിന്നാൽ നമ്മൾ വഴക്കുണ്ടാക്കിയെടുത്ത അവകാശമൊക്കെ ഒറ്റ ഉരുൾപൊട്ടലിൽ തീരാനുള്ളത്. അറിയാലോ, മോളൊരു മലയാളിയുടെ തലയിൽ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ മലയാളിയുടെ തലയിൽ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്.
അടിയുണ്ടാക്കുന്ന മുഴുവൻ മലയാളിയും മുല്ലപ്പെരിയാറിനെ പറ്റി ധ്യാനിക്കണം. ഏത് സമയത്തും പൊട്ടി ഒഴുകാവുന്ന ദൈവമക്കളെ, എത്ര കോടി മനുഷ്യരാ വീണ് മരിക്കാവുന്നറിയാം അത് പൊട്ടിയാല്. കേന്ദ്രം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും മലയാളി എന്നും ഭയന്ന് ജീവിച്ചാൽ മതി. ഇനിയൊരു മതിൽ കെട്ടാനും ഒരു ഡാം കെട്ടാനും ഒന്നും പോകുന്നത് നിങ്ങൾ വിചാരിക്കല്ല. ദൈവമക്കളെ, അവിടെ ഒരു എവിടെയാ ഏതൊരു ചെറിയ ഡാം തുറന്നുവിട്ടാൽ പാലായിൽ വെള്ളം പൊങ്ങും. പാലായിൽ വെള്ളം പൊങ്ങി തുടങ്ങിയപ്പോൾ കോട്ടയം മുങ്ങിത്തുടങ്ങും. ഇത്രയേ ഉള്ളൂ മക്കളെ. ആ ഡാം ഒന്ന് പൊട്ടി ഒഴിയാൽ എന്ത് സംഭവിക്കുമെന്ന് വെറുതെ ഒന്ന് ധ്യാനിച്ചിട്ടൊരു ഹല്ലേലൂയ വിളിച്ച്. ഇത്രയുള്ള മക്കളെ, നമ്മുടെ സുരക്ഷിതത്വം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ദൈവം ആരാ? എന്തിനു വേണ്ടിയാണ് നീ ജീവിക്കുന്നത്? ദൈവത്തെ ആരാധിക്കുന്നത് ഒരു ഭാഗ്യമാണെന്ന് നീ കരുതുന്നുവോ? ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് ഒരു ഭാഗ്യമാണെന്ന് നീ കരുതുന്നുവോ? ദൈവത്തെ സ്തുതിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും മഹത്വപൂർണമായ കാര്യമാണെന്ന് നീ കരുതുന്നുവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പെൻഡ് ടൈം വിത്ത് ദി ലോർഡ് മക്കളെ. കർത്താവിന്റെ കൂടെ ഇരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, കർത്താവിനോട് ഒപ്പമായിരുന്നാൽ. കഴിഞ്ഞ ദിവസം ഒരു പാട്ടുകാരി പ്രാർത്ഥിക്കാൻ വന്നു. പാട്ടുകാരി പെണ്ണ ഇവളെന്നോട് പറഞ്ഞതാണ്, അച്ഛാ ഞാൻ പാട്ടുകാരിയാ, ഞാൻ പള്ളി പാടിക്കൊണ്ടിരുന്നതാ, എൻ്റെ സ്വരം നിന്നുപോയി, എൻ്റെ സ്വരം നിന്നുപോയി. അയ്യോ മക്കൾ, അവളവളുടെ ജീവിതത്തെ കുറച്ച് കാര്യങ്ങൾ പറയും. ഞാൻ പൈസയ്ക്ക് വേണ്ടി പാടി, ഞാൻ അതിൻ്റെയും ഇതിൻ്റെയൊക്കെ പിന്നാലെ പാടി. ഞാൻ ഇന്ന് കുറ്റബോധത്തോടെ അച്ഛനടുത്തൊരു കൈവപ്പിന് ഒരു മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്നു നിൽക്കുകയാണ്. ദൈവമക്കളെ, അവള് പറയാ, അച്ഛാ എനിക്കൊരു പാട്ട് പാടാൻ എന്ത് കൊതിയാണെന്നറിയാവോ? എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ശുശ്രൂഷ ചെയ്യാൻ എന്ത് കൊതിയാണ് അച്ഛൻ അറിയാവോ? ചങ്കുപൊട്ടി നിൽക്കുക മക്കളൊരു പെങ്കൊച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു, ഇനി കർത്താവ് എനിക്ക് സ്വരം തന്നാല് ഞാൻ എൻ്റെ വാ പൊട്ടുവോളം, എൻ്റെ തൊണ്ട പൊട്ടുവോളം ഞാൻ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും. ഇന്നലെ നടന്ന സംഭവമായി പറയണേ, ഇന്നലെ കണ്ട സംഭവം ഞാൻ പറയണേ. ഹല്ലേലൂയ. ഒന്നിനെ പറ്റി അഹങ്കരിക്കാനില്ല മക്കളെ. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്, എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പാദാന്ത്യത്തിൽ ഇരിക്കുന്ന ജീവിതത്തിന്റെ ഭാഗ്യം. തമ്പുരാനെ ശുശ്രൂഷ ഇവിടെ അനേക ശുശ്രൂഷകരുണ്ട്. വെളുപ്പാങ്കാലത്ത് പെരുമഴ പെയ്യുമ്പോൾ 4 മണിയോടുകൂടി പല ശുശ്രൂഷകരും ഇവിടെ എത്തിക്കഴിഞ്ഞു രാവിലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ദൈവസന്നിധി ശുശ്രൂഷ ചെയ്യുന്നത് പോലെ ഭാഗ്യപ്പെട്ട ഒരു അനുഭവമില്ല മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ, പ്രാർത്ഥിക്കുന്നത് പോലെ, വചനം വായിക്കാൻ പറ്റുന്നത് പോലെ ദൈവത്തിന്റെ തിരുമുമ്പിൽ ഹു ഈസ് യുവർ ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലാഭങ്ങളൊന്നും ലാഭങ്ങളല്ല മക്കളെ. നഷ്ടങ്ങളൊക്കെ ലാഭമായി മാറുന്ന സ്വർഗരാജ്യത്തിന്റെ രഹസ്യം. നഷ്ടപ്പെടുത്തിയതൊക്കെ സ്വർഗരാജ്യത്തിലെ സമ്പാദ്യമാണെന്ന് തിരിച്ചറിയുന്ന ഒരു ജ്ഞാനമുണ്ട്. വിളിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കുന്നുവോ ഈ മണിക്കൂർ വെറുതെ ആയി പോയെന്ന്? ചില മക്കളുണ്ട് ഇവിടെ, 100 കണക്കിന് മക്കളുണ്ട്, രാവിലെ വന്നിട്ട് വൈകിട്ട് പോകുന്നവര്. ഭാഗ്യപ്പെട്ടവരാണ് നിങ്ങൾ കേട്ടോ, ഭാഗ്യപ്പെട്ടവരാ നിങ്ങൾ കേട്ടോ. സ്വർഗത്തിന്റെ മഴ നിരന്തരം പെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളാണ് നിങ്ങളുടെ ജീവിതങ്ങള്. മഴയത്ത് കൊച്ചുങ്ങൾ കളിക്കാൻ ഇറങ്ങുന്ന കണ്ടിട്ടില്ലേ? കൊച്ചുനാളിൽ ഏറ്റവും വലിയ വിനോദമായിരുന്നു മഴ പെയ്യുമ്പോൾ. അത് സെമിനാരിൽ പഠിക്കുമ്പോഴും ആയിരുന്നു. വെള്ളത്തിലിറങ്ങി മഴ പെരുമഴയത്ത് ഫുട്ബോൾ കളിക്കാൻ പോയതൊക്കെ ഞാൻ ഓർക്കുക. കുറച്ച് നേരം ബോൾ കിടന്ന് ഒഴുകാൻ തുടങ്ങുക. എന്നാൽ ഈ പ്രാന്തൻ സെമിനാരിക്കാരെല്ലാം കൂടെ ഈ ബോളിൻ്റെ പുറകെ കിടന്ന് ഓടും. മഴയും ഫുട്ബോളും രണ്ടും കൂടെ നല്ല രസമാണ്. ദൈവമക്കളെ, ഒരാത്മീയ ആനന്ദമുണ്ട് മക്കളെ. പെരുമഴ പെയ്യുമ്പോൾ, കർത്താവിൻ്റെ മഴ പെയ്യുമ്പോൾ ആ മഴയിൽ കുളിച്ച് ഓടിച്ചാടി കളിക്കുന്ന കൊച്ചു പിള്ളേരെ പോലെ ആത്മീയതയുടെ മഴ, പരിശുദ്ധാത്മാവിന്റെ മഴ, കൃപയുടെ മഴ നിന്നെ ആനന്ദിപ്പിക്കുന്ന മഴയായി മാറണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് നന്നായിട്ട് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അതിലും വലിയൊരു കൃപയില്ല മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, ഒന്നിച്ച് ഭക്ഷിക്കണമെന്നും പറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു സ്നാപക യോഹന്നാൻ എന്ന്. മരുഭൂമിയിൽ ജീവിച്ച ആ മനുഷ്യൻ, തലപോയ മനുഷ്യൻ, സ്നാപക യോഹന്നാൻ, അവൻ വീണ്ടും ജനിച്ചു വന്നിരിക്കുക. ഈശോയാര്?
ഈശോയ്ക്ക് സ്നാപകനോടൊരു സാമ്യം. വീണ്ടും പറഞ്ഞു, ഏലിയായാന്നൊക്കെ പറയുന്നത് സ്വപ്നം തുറന്നൊരു പ്രവാചകനുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആകാശത്തേക്ക് കൈ നീട്ടിയപ്പോൾ 3.5 കൊല്ലമായിട്ട് അടഞ്ഞു കിടന്ന ആകാശത്ത് അവൻ വിരൽ ചൂണ്ടിയെടുത്ത് മേഘം പ്രത്യക്ഷപ്പെടുകയും ആ മേഘം കാർമേഘങ്ങളായി രൂപപ്പെടുകയും തണുത്ത കാറ്റടിക്കുകയും ഒരിക്കലും പെയ്യാത്ത തരത്തിലുള്ള മഴ പെയ്യിച്ച ഒരു പ്രവാചകൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ പ്രവാചകൻ ജീവിച്ചു വന്നതാണ് ക്രിസ്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങയെ പിടിക്കുന്ന പിടുത്തം കണ്ടോ? ഏലിയ എന്ന് ചിലര്, ജെറമിയ പറഞ്ഞല്ലോ, ഇപ്പം പറഞ്ഞില്ലേ, ജെറമിയ പ്രവാചകൻ. രാവിലെ വിമലയിൽ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത്. ഈശോയോട് ഒരുപാട് സാമീപ്യമുള്ള ഒരു പ്രവാചകൻ, സാമീപ്യമില്ല സാദൃശ്യമുള്ള ഒരു പ്രവാചകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ. നമുക്ക് ക്രിസ്തു അത്രയൊക്കെ ഉള്ളോ മക്കളെ? നമുക്ക് ക്രിസ്തു അത്രയൊക്കെ ഉള്ളോ? കുറച്ചധികം മനുഷ്യര്, കുറച്ച് നല്ല മനുഷ്യരിൽ ഒരു നല്ല മനുഷ്യൻ നമുക്ക് അത്രയൊക്കെ ഉള്ളോ? അല്ലെ ഒരുപാട് ദൈവങ്ങളിൽ ഒരു ദൈവം അത്രയേ ഉള്ളോ ക്രിസ്തു? അത്രയേ ഉള്ളോ ക്രിസ്തു? അതിനപ്പുറത്ത് മരിച്ചവനെ ഉയർപ്പിക്കുന്ന, ഇതാ തളർന്നു പോയവനെ നൃത്തം ചെയ്യിക്കുന്ന, ഇതാ കാഴ്ചയിൽ ജന്മന അന്തര് കാഴ്ച കൊടുക്കുന്ന, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന, സ്വർഗത്തിന്റെ രാജാവായി, രാജകുമാരനായി, സ്വർഗത്തിന്റെ അധികാരിയായി, ഉടമയായി, ദൈവമായി, കർത്താവായി, രക്ഷകനായി നീ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രധാനപ്പെട്ട വിഷയം മക്കളെ, ആരാ ക്രിസ്തു? എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇന്ന് ഈ ആൾത്താരെ ഞാൻ നിൽക്കുമ്പോഴും ചുറ്റുപാടും നിങ്ങളിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ്, ഹൂ ഈസ് ക്രൈസ്റ്റ് ഫോർ യു? ആരാണ് ക്രിസ്തു നിനക്ക്? നിങ്ങൾ ഓരോരുത്തരും ആ ഉത്തരം പറയേണ്ടത്. ആരാണ് ക്രിസ്തു? ഹല്ലേലൂയ. എൻ്റെ അടഞ്ഞുപോയ വാതിലുകൾ തുറന്നു തരുന്നവനാണ് ക്രിസ്തു. എൻ്റെ ബന്ധിക്കപ്പെട്ട കൈകാലുകളുടെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റുന്നവനാ ക്രിസ്തു. എൻ്റെ അടഞ്ഞുപോയ കണ്ണ്, ഇരുട്ട് മൂടിയ കണ്ണുകൾക്ക് പ്രകാശം തരുന്നവനാ ക്രിസ്തു. എൻ്റെ മരവിച്ചു പോയ ഹൃദയത്തിലെ ചൂട് പിടിപ്പിക്കുന്നവനാണ് ക്രിസ്തു. എൻ്റെ രാജാവാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ സർവസ്വവുമാണ് ക്രിസ്തു. മക്കളെ, ക്രിസ്തു നിനക്കാരാണ് എന്നതനുസരിച്ച് നീ അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തു ആരാ മക്കളെ? എനിക്ക് ക്രിസ്തു ആരാ? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഹല്ലേലൂയ. നീയാണ് അയക്കപ്പെട്ടവൻ, നീയാണ് പിതാവായി ദൈവം അയച്ചത്, നീയാണ് ഞങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കുന്നത്, നീയാണ് ഞങ്ങളുടെ കർത്താവ്. നമ്മളെ ജീവിതം ഒരു സെക്കൻഡ് പോരാ മക്കളെ, ജീവിതം ഒന്ന് മാറിക്കിട്ടാനായിട്ട്. ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നീങ്ങിക്കിട ഒരു സെക്കൻഡ് പോരെ ദൈവത്തിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് ആഴ്ചകളായിട്ടൊരു മകള് വരുന്നുണ്ട്. ഡോക്ടർമാർ പറയും ക്യാൻസർ ആണെന്ന്. പരിശോധന ക്യാൻസറും ഇല്ല. ഡോക്ടർമാർ പറഞ്ഞത് ക്യാൻസർ തന്നെയാ. CIയിലില്ല, ഒരു ടെസ്റ്റിലുമില്ല, ഒന്നിലുമില്ല. ഈ പാവം അല്ലെ, നമ്മളോടൊരു ഒരാൾ തറപ്പിച്ച് 3 തവണ ക്യാൻസറാന്ന് പറഞ്ഞ് നമ്മുടെ പണി തീർന്നില്ലേ? നമ്മൾ വിശ്വസിക്കും. നിങ്ങളെല്ലാം നോക്കിയിട്ട് പറയാം, അച്ഛനെന്തോ പ്രശ്നമുണ്ടല്ലോ വെച്ചോ. അച്ഛന് വല്ലാത്ത ക്ഷീണമാണല്ലോ ഈ അടുത്ത കാലത്തായിട്ട്. ഉണ്ടോ ഇങ്ങനെ ഇരിക്കുന്ന എന്നോടാ പറഞ്ഞത് ക്ഷീണമാണല്ലോ വെച്ചോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ വെച്ചോ? ഞാനില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞ എനിക്കിനി വലിയ പ്രശ്നമുണ്ടോ, എനിക്കിനി വലിയ ക്ഷീണം വല്ലതും ഉണ്ടോ? ഒരു 3 തവണ പറഞ്ഞാൽ മതി. നമ്മൾ രോഗിയായി പോകും. നമ്മളൊക്കെ രോഗികളായിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. രോഗം ഉണ്ടായിട്ടൊന്നുമല്ല നമ്മൾ പലരും രോഗികളായിരിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടെ പ്രാർത്ഥിക്കുന്നത് രസമാണ്. ആ മനുഷ്യൻ പറയാം, ഇവളാ എന്നെ രോഗിയാക്കുന്നത്, ഇവള് പറഞ്ഞ് എന്നെ മഹാരോഗിയാക്കി വെച്ചിരിക്കുക.
അങ്ങോട്ട് വാങ്ങണ്ട, ഇങ്ങോട്ട് വാങ്ങണ്ട, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ചേച്ചി ചേട്ടന് വേണ്ടി ഇരിപ്പണ്ട എന്നോട് ക്ഷമിച്ചങ്ങണ, ഞാൻ ഉദാഹരണം പറഞ്ഞതാ. ഹല്ലേലൂയ. മക്കളെ, ബി കറേജസ്, ബി സ്ട്രോങ് മക്കളെ. ഹല്ലേലൂയ. നിനക്ക് ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞതനുസരിച്ചിരിക്കും നീ. ഹല്ലേലൂയ. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു പറഞ്ഞു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. യേശുവിനെ കർത്താവായി, യേശുവിനെ രക്ഷകനായി, യേശുവിനെ ദൈവമായി ആര് അംഗീകരിക്കുന്നു? He is the blessed one. ഭാഗ്യപ്പെട്ട മനുഷ്യൻ അവനാ. ആർക്ക് യേശുവുമായിട്ട് ബന്ധമുണ്ടോ, ആര് യേശുവിനെ കർത്താവായി കാണുന്നുവോ, അവനോട് ഭാഗ്യമുള്ള ആരാ ഉള്ളത്? ഹല്ലേലൂയ. 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 ഒറ്റ ഭാഗ്യം. ബൈബിള് പറയുക, മത്തായി സുവിശേഷം തുടങ്ങുന്ന എവിടെയാ നിങ്ങൾക്ക് അറിയാം? 5-ാം അധ്യായത്തിൽ ഭാഗ്യവാൻ, ഭാഗ്യവാൻ, ഭാഗ്യവാൻ. ഇതാ സുവിശേഷത്തിന്റെ ഹൃദയത്തിൽ ആ വാക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുക. ഹല്ലേലൂയ. അവങ്ങളെ ക്രിസ്തുവിനെ അത്രമേൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അത്രമേൽ നിനക്ക് ക്രിസ്തുവിനെ വിശ്വസിക്കാൻ പറ്റുമോ? അത്രമേൽ ക്രിസ്തുവിനെ നീ പ്രഖ്യാപിക്കാൻ ഒരുക്കമാണോ? അത്രമേൽ ക്രിസ്തുവിനെ ഏറ്റുപറയാൻ നീ ഒരുക്കമാണോ? നിന്റെ ജീവിതം മാറിയിരിക്കും. ഹല്ലേലൂയ. യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസ രക്തങ്ങളല്ല, അല്ല മക്കളെ, ചോരയും നീരുമൊന്നുമല്ല, സ്വർഗസ്ഥനായ പിതാവ്. സ്വർഗസ്ഥനായ പിതാവ്. വെളിപാടുകളുള്ളൊരു ജീവിതം വേണം മക്കളെ. ദൈവം സംസാരിക്കണം. ദൈവം ഹൃദയത്തിൽ സംസാരിക്കും. ദൈവം ഹൃദയത്തിൽ പറഞ്ഞു തരും. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ മാറ്റിക്കൊള്ളും. ഹല്ലേലൂയ. അല്ലേ പറഞ്ഞത്? അപ്പം കൊണ്ടല്ല, കർത്താവിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചസ് കൊണ്ടാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. അവങ്ങളെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട് കർത്താവിന്റെ വചനത്തിന്. ജീവിപ്പിക്കാനുള്ള കരുത്തുണ്ട് കർത്താവിന്റെ വചനത്തില്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. യേശുവിനെ കർത്താവായി പ്രഖ്യാപിക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് പിതാവായ ദൈവം സ്വർഗത്തിൻ്റെ മഴ പെയ്ച്ചുകൊണ്ടിരിക്കും. പിതാവായ ദൈവം സ്വർഗീയ ദൈവങ്ങളും വിശ്വസിക്കുമ്പോഴാണ്. പുസ്തകം വായിച്ചിട്ടല്ല വിശ്വാസം ഉണ്ടാകേണ്ടത്. അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ടല്ല വിശ്വാസം ഉണ്ടാവേണ്ടത്. ഹല്ലേലൂയ. വിശ്വസിച്ച് തോമസ് അക്വിനാസ് മറ്റോ പറയണേ, മനസ്സിലാക്കണമെങ്കിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാലാ മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല മക്കളെ. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദെൻ ബിലീവ്. നോ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഫസ്റ്റ് ബിലീവ് ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ്. നീ വിശ്വസിച്ച് തുടങ്ങുമ്പോ നിനക്കത് മനസ്സിലായി തുടങ്ങും. ഹല്ലേലൂയ. 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 കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് എവിടെയാണോ, UK-യോ അയർലൻഡോ എവിടെ നിന്നറിയില്ല, ഒരു പയ്യൻ ഒരു വീടിന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ അയച്ചു തന്നിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഫാദർ could you bless this house? This is the house I am going to buy. ഫോൺ എൻ്റെ കയ്യിൽ ഇരിപ്പില്ല, അവിടെ ഇരിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് ചിരി വന്നു. പക്ഷേ അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തീ കത്തി. ഞാൻ എഴുന്നേറ്റ് നിന്നു. ഞാൻ ഈ കുരിശെടുത്ത് വെച്ചു. ആ കുരിശിന് അവൻ്റെ വീടിൻ്റെ ഫോട്ടോയുടെ മുകളിൽ ഞാൻ കുരിശ് വെച്ചു. ഫോണിൻ്റെ അകത്ത് വാട്സപ്പിനകത്ത് അങ്ങനെ കിടക്കുന്നു നോക്കണം. ഞാൻ വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു. അത് ഞാൻ റെക്കോർഡ് ചെയ്ത് അവൻ അയച്ചും കൊടുത്തു. പിന്നെ എനിക്കൊന്നൊരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു, ഫാദർ, ഐ ബിലീവ് ഇൻ ദ പ്രീസ്ലി ബ്ലെസ്സിങ് ആൻഡ് ഐ ഗോട്ട് ദാറ്റ് ഹൗസ് ഫോർ മീ. നിങ്ങൾക്കത് പിടികിട്ടിയില്ല അല്ലേ? പിടികിട്ടത്തില്ല. UK പോയി കാശുണ്ടെങ്കിലൊന്നും വീട് വാങ്ങിക്കാൻ പറ്റത്തില്ല. അത് ഓപ്ഷൻ ഇടും അല്ലേ? അവർ ബിഡ് ചെയ്യുക ചെയ്യുന്നത്. ബിഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോഴാണേ കിട്ടത്തുള്ളൂ. എത്ര പൈസ കൊണ്ട് കൈയിരിക്കത്തേ ഉള്ളൂ. എനിക്ക് കൊച്ചു പറഞ്ഞ് തന്നെ വല്ലാതെ സ്പർശിച്ചു. I saw the fruit of a priestly blessing. I believed in the priestly blessing. ഒരു പുരോഹിതന്റെ ആശീർവാദത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതിന്റെ അത്ഭുതം ഞാൻ കണ്ടെന്ന് പറഞ്ഞ് ആ കൊച്ചു പിന്നീട് റിപ്ലൈ അയച്ചിരിക്കുക. ഹല്ലേലൂയ. What you believe,
നീ എന്ത് വിശ്വസിക്കുന്നു എന്നതനുസരിച്ച് നീ ആയിത്തീരാൻ പോകുന്നത്. നമ്മൾ ജീവിതത്തിന് ഏറ്റവും വലിയ ഭാഗ്യം വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം തരുന്ന ഏറ്റവും വലിയ സമ്മാനവും വിശ്വസിക്കാനുള്ള കഴിവാ മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറഞ്ഞു, നീ പാറയ. യു ആർ റോക്ക്, യു ആർ റോക്ക്. പത്രോസ് പറഞ്ഞു യു ആർ ക്രിസ്തോസ്. ക്രിസ്തോസ്. If I am Christos, you are Petros. ഞാൻ ക്രിസ്തു ആണെങ്കിൽ നീ പാറ പോലിരിക്കും. ഒന്നിനും നിന്നെ തൊടാൻ പറ്റത്തില്ല, ഒന്നിനും നിന്നെ അനക്കാൻ പറ്റത്തില്ല, ഒന്നിനും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ഉറപ്പാണ് പൊന്നു മക്കളെ, ഉറപ്പാണ് ഈ കാര്യം പറയുന്നത്. തിരി കഴിയുമ്പോൾ കുർബാന എഴുതി വെച്ച് വെക്കത്തില്ലേ? ആ കുർബാന ഇത്രയും പേര് ഇരിപ്പുണ്ട്. എത്ര പേരുണ്ട് എനിക്കറിയത്തില്ല. ഇന്ന് ഒരു 10,000 പേര് കാണുമായിരിക്കും. എന്റെ പൊന്നു കുഞ്ഞ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ക്രിസ്തു. നീ ദി എമൗണ്ട് യു ബിലീവ്, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ദി എമൗണ്ട് യു ബിലീവ്, ദ മെഷർ യു ബിലീവ്. നീ വിശ്വസിക്കുന്നതിനനുസരിച്ച് ഈ ക്രിസ്തു നിന്റെ ജീവിതത്തിൽ രൂപപ്പെടാൻ പോവുക. വേറെ ആരോടും പറഞ്ഞില്ലല്ലോ. യാക്കോബ്, യോഹന്നാൻ, തോമാ, മത്തായി, ബർത്തലോമേയും എല്ലാവരും പട്ടം നിൽപ്പുണ്ട്. പത്രോസ് പറഞ്ഞപ്പോൾ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, മോനെ നീ ഭാഗ്യവാനാടാ. യു ആർ ബ്ലെസ്ഡ്, യു ആർ ബ്ലെസ്ഡ്. ദ ബ്ലെസ്സിങ് ഈസ് ഇൻ യു. നിന്നിൽ അനുഗ്രഹം നിൽക്കുന്നത്. കാരണം മാംസരക്തങ്ങളല്ല. ഉപവാസം എടുക്കുന്നത് മാംസത്തിനും രക്തത്തെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണേ. തിന്നും കുടിച്ചും ഒരുങ്ങിയും ഉടുത്തും മെനഞ്ഞിയും ഒക്കെ നടക്കുന്നത് അതുകൊണ്ടല്ലേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവാണ്. നീ പത്രോസാണ്. ഈ പാറമേൽ, ഓൺ ദിസ് ഫെയ്ത്ത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ ഞാൻ പടുത്തുയർത്തും. ഹല്ലേലൂയ. നോക്ക് മക്കളെ, നിന്റെ വിശ്വാസത്തിന്റെ മേലാണ് ദൈവാനുഭവത്തിന് വിശാലമായ ആലയങ്ങൾ കർത്താവ് പടുത്തുയർത്താൻ പോകുന്നത്. ഈ വിശാലമായ കൂടാരം പണിതുയർത്തിയിരിക്കുന്ന എന്തിന്റെ മേലാന്ന് നിങ്ങൾക്ക് അറിയാലോ? ഇവിടെ വരുന്ന പാപം പിടിച്ച മനുഷ്യരുടെ കണ്ണീരിന്റെ മേല്, അവരുടെ വിശ്വാസത്തിന്റെ മേല്, നാനാജാതി മതസ്ഥരായ മനുഷ്യരുടെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും മേലാണ് ഈ ആലയം ഇവിടെ പണിതുയർത്തിയിരിക്കുന്നത്. ഒച്ചത്തിൽ വിളിക്കുക ഹല്ലേലൂയാന്ന്. അതുകൊണ്ട് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയത്തില്ലേ, കരയാൻ പറയത്തില്ലേ, കരഞ്ഞു പ്രാർത്ഥിക്കുന്നെന്ന്. ആ കണ്ണീര് ഈ മണ്ണിൽ വീഴുമ്പോഴുണ്ടല്ലോ ഈ ആലയത്തിന്റെ ബലം കൂടിക്കൊണ്ടിരിക്കുക മക്കളെ. ദൈവമക്കളുടെ കണ്ണീര് ഈ മണ്ണിൽ വീഴുമ്പോ ഈ ആലയത്തിന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ പത്രോസാണ്. ഈ പാറമേലിന്റെ സഭ ഞാൻ സ്ഥാപിക്കും. കേൾക്കണം ഞാൻ അടുത്തത്. നരക കവാടങ്ങൾ. ഒരു മന്ത്രവാദം കേൾക്കാൻ പോണില്ലടാ കുട്ട. പിശാചിന്റെ ഒരു പണി നിനക്കിട്ട് കേൾക്കാൻ പോണില്ല. നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. കുഞ്ഞ്, നീ ക്രിസ്തുവിനെ കർത്താവും യേശുവിനെ കർത്താവും രക്ഷകരുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ തൊടാൻ ഒരു പിശാചിനും ഒരു പൈശാചിക ശക്തിക്ക് ഒരു തിന്മയ്ക്ക് നിന്നെ തൊടാൻ പറ്റില്ല. ഉണ്ടോ മക്കളെ? വിസ്മയമുണ്ട്. വിശ്വാസിയുടെ സ്വന്തമാണ് വിസ്മയങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെട്ടെന്ന് വായിച്ചു നിർത്താൻ പോവുക. ബാക്കി പിന്നെ അടുത്ത ശുശ്രൂഷയ്ക്ക് ബാക്കി പറയാം. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പിടിച്ചു. നീ തുറന്നോ. സ്വർഗത്തിലോട്ട് കയറിക്കോ. വിശ്വാസം. ദിസ് ഈസ് ദ കീ. പിടിച്ചോ. എടുത്തോ. എനിക്ക് തന്നെ വിശ്വാസമാണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂപതയുടെ പ്രൊക്യുലേറ്ററായിരുന്നു കുറച്ചു കാലം. മുഴുവൻ പൈസയുടെയും താക്കോല് അല്ലെങ്കിൽ എന്നാ പറയണേ, ചെക്ക് പിതാവ് കയ്യിലേക്ക് തരും. എനിക്ക് നിന്നെ വിശ്വാസമാണ്. നീ ദൈവത്തെ വിശ്വസിക്കുമ്പം ദൈവത്തിന് നിന്നെ വിശ്വാസം ഉണ്ടാപ്പ. നീ ദൈവത്തെ വിശ്വസിക്കുമ്പോ ദൈവത്തിന് നിന്നെ വിശ്വാസം. പിടിച്ചോ താക്കോല്.
Get whatever you want. ഈ വിശ്വാസത്തിന്റെ താക്കോല് കൊണ്ട് നിന്റെ ജീവിതത്തിന് ആവശ്യമായത് നിനക്ക് തോന്നെടുത്തുള്ളൂ. ഒച്ചത്തിൽ ഹല്ലേലൂയ വിളിക്കും മക്കളെ. സ്വർഗത്തിന് താക്കോല് കൊടുത്തിട്ട് സന്തോഷമില്ല. നീ നിനക്ക് എന്തിനു താക്കോല് വേണ്ടേ? ഇതാ സ്വർഗരാജ്യത്തിന്റെ താക്കോല് നിനക്ക് ഞാൻ തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം നീ ഇവിടെ ഇരുന്ന് പറയുന്നു അതേപടി സംഭവിക്കാൻ പോവുക. വിശ്വസിക്കുന്നതിൻ്റെ നാവുകള് തമ്പുരാന്റെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുന്ന നാമായിട്ട് മാറുക. നീ പ്രാർത്ഥിച്ചാൽ അത് സംഭവിച്ചിരിക്കും. ചാങ്കില് ക്രിസ്തു ദൈവമായിട്ടുള്ളവൻ അധരം തുറന്നാൽ അവൻ പറയുന്നത് പോലെ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയാ. സ്വർഗരാജ്യത്തിന് താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് അവൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഹല്ലേലൂയാ. ദൈവമക്കൾ എഴുന്നേറ്റ് ഇരുകരങ്ങൾ ഒന്ന് നീട്ടിപ്പിടിച്ച് യേശു ക്രിസ്തുവാണെന്നൊന്ന് വിശ്വസിച്ച് ദൈവകുമാരൻ സ്വർഗത്തിന്റെ താക്കോല് നിന്നെ ഏൽപ്പിച്ചിരിക്കുക. നിനക്ക് ഇഷ്ടമുള്ളത് തോന്നെടുത്തുള്ളുക. ഈശോയോട് പറ, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മെശിഹായാകുന്നു. എന്റെ കർത്താവാണ്, എന്റെ ഏക രക്ഷകനാണ്, എന്റെ ദൈവമാണ്. ഈശോയെ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, സഹോദരങ്ങൾ സമർപ്പിത് അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയെ 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 വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ